ഹായ് ഫ്രണ്ട്സ്, സെക്കൻഡ് മൊഡ്യൂളായ മെമ്മറിയിലെ ചങ്കിങ് എന്ന ടോപ്പിക്കാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ചങ്കിങ്ങിലെ രണ്ട് ടൈപ്സ് ഉണ്ട്: മെയിൻ്റെനൻസ് റിഹേഴ്സൽ ആൻഡ് എലാബറേറ്റീവ് റിഹേഴ്സൽ. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചങ്കിങ് ആണ്. ചങ്കിങ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് ഇൻഡിവിജ്വൽസ് പീസ് ഓഫ് ആൻഡ് ഇൻഫോർമേഷൻ സെറ്റ്സ് ആർ ബ്രോക്കൺ ഡൗൺ ആൻഡ് ദെൻ ഗ്രൂപ്പ്ഡ് ടുഗെദർ. ഒരു സെറ്റ് ഓഫ് ഇൻഫോർമേഷൻ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് പാർട്സ് ആക്കുക, ദെൻ അതിനെ നമ്മൾ ഒരുമിച്ച് കൂട്ടുന്ന പ്രോസസ്സിനെയാണ് ചങ്കിങ് എന്ന് പറയുന്നത്. എ പാർട്സ് ഓഫ് സംതിങ്സ് ദാറ്റ് ഹാവ് ബീൻ സെപ്പറേറ്റഡ്. ഒരു സാധനത്തിനെ നമ്മൾ പാർട്സ് ആക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നതിനാണ് ചങ്കിങ് എന്ന് പറയുന്നത്. ചങ്ക്സ് റെഫേഴ്സ് ടു ആൻ അപ്രോച്ച് ഫോർ മേക്കിംഗ് മോർ എഫിഷ്യൻറ്റ് യൂസ്ഫുൾ ഓഫ് ഷോർട്ട് ടൈം മെമ്മറി ബൈ ഗ്രൂപ്പിംഗ് ഇൻഫോർമേഷൻ. ഇൻഫോർമേഷനെ ഗ്രൂപ്പ് ആക്കുന്നതിലൂടെ ഷോർട്ട് ടൈം മെമ്മറിയിൽ കൂടുതൽ രൂക്ഷമായി യൂസ് ചെയ്യുന്നതിനുള്ള ഒരു അപ്രോച്ചാണ് ചങ്കിങ്ങിൽ റെഫർ ചെയ്യുന്നത്, സൂചിപ്പിക്കുന്നത്. Then, methods used for dividing larger numbers that cannot be divided mentally. മാനസികമായി ഡിവൈഡ് ചെയ്യാൻ കഴിയാത്ത ഏറ്റവും വലിയ നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യുന്ന മെത്തേഡാണ് ചങ്ക്സ്. A chunks is a collection of basic familiar units that have been grouped together and stored in a personal memory. ഒരു ഇൻഡിവിജ്വൽസിൻ്റെ മെമ്മറിയിൽ ഗ്രൂപ്പ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ചതിൻ്റെ ബേസിക് യൂണിറ്റ്സിൻ്റെ കളക്ഷനെയാണ് ചങ്ക്സ് എന്ന് പറയുന്നത്. These chunks are able to be retrieved more easily due to their coherent familiarity. ഈ ചങ്ക്സിന് കൊഹറന്റ് ഫെമിലിയാരിറ്റി ഉള്ളത് കാരണത്താൽ തന്നെ ഈസി നമുക്ക് ഇൻഫോർമേഷൻസ് റിട്രൈവ് ചെയ്യാൻ സാധിക്കും. The items are more easily remembered as a group than as an individual items themselves. ഐറ്റംസ് ഇൻഡിവിജ്വൽ ഐറ്റംസിനേക്കാൾ നമുക്ക് ഗ്രൂപ്പ് ഐറ്റംസിനെയാണ് നമ്മൾ ഈസി ആയിട്ട് റിമെമ്പർ ചെയ്യാൻ കഴിയുക. These chunks can be highly subjective because they rely on an individual's perceptions and past experience. ചങ്ക്സ് ഹൈലി സബ്ജക്റ്റീവ് ആണ്, ബിക്കോസ് നമ്മളെ ഓരോ ഇൻഡിവിജ്വൽസിൻ്റെ പെർസെപ്ഷൻസ്, ധാരണയും പാസ്റ്റ് എക്സ്പീരിയൻസും അതിന് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണുള്ളത്. That are able to be linked to the information set. അത് ഇൻഫോർമേഷൻ സെറ്റുമായി ലിങ്ക് ചെയ്യാൻ കഴിയും. The size of chunks generally range anywhere from 2 to 6 items. ഈ ചങ്ക്സിൻ്റെ സൈസ് നമ്മൾ റേഞ്ച് ചെയ്യുന്നത് 2 to 6 items വരെയാണ്. ബട്ട് ഓഫ്റ്റൻ ഡിഫർ ബേസ്ഡ് ഓൺ ലാംഗ്വേജ് ആൻഡ് കൾച്ചർ. ലാംഗ്വേജിൻ്റെ കൾച്ചറിൻ്റെ ബേസിൽ അത് പലപ്പോഴും ഡിഫറെൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അക്കോർഡിംഗ് ടു ദ ജോൺസൺ 1970, there are 4 main concepts associated with the memory process of chunking. ഈ ജോൺസൺ എന്ന് പറയുന്ന ആള് ചങ്ക്സ് ഓഫ് മെമ്മറി പ്രോസസ്സിന് 4 മെയിൻ കോൺസെപ്റ്റാണ് മുന്നോട്ട് വെക്കുന്നത്. ഫസ്റ്റ് വണ് ചങ്ക്, മെമ്മറി കോഡ്, ഡീകോഡ് ആൻഡ് റീകോഡ്. ഈ 4 കോൺസെപ്റ്റ്സ് ആണ്: ചങ്ക്, മെമ്മറി കോഡ്, ഡീകോഡ്, റീകോഡ്. ദ ചങ്ക്സ് ആസ് മെൻഷൻഡ് പ്രിയർ, നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ചങ്ക്സ് ഈസ് എ സീക്വൻസ് ഓഫ് ടു ബി റിമെമ്പേർഡ് ഇൻഫോർമേഷൻ സെറ്റ്സ് ആർ ടു ബി സ്റ്റോർഡ് ഇൻ ദ സെയിം മെമ്മറി കോഡ്. ഇൻഫോർമേഷൻ സെറ്റിന്റെ ഓരോ മെമ്മറി കോഡിലും സ്റ്റോർ ചെയ്തത് ചങ്ക്സിന്റെ ഒരു സീക്വൻസ് തന്നെയാണ്. ദ പ്രോസസ് ഓഫ് റീകോഡിംഗ് ഈസ് വെയർ വൺ ലേൺ ദ കോഡ് ഫോർ എ ചങ്ക്. ഒരു ചങ്ക്സിന് വേണ്ടി ഒരാൾ കോഡ് ലേൺ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് റീകോഡ് എന്ന് പറയുന്നത്. ആൻഡ് ഡീകോഡിംഗ് ഈസ് വെൻ ദ കോഡ് ഈസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ദ ഇൻഫോർമേഷൻ ദാറ്റ് ഇറ്റ് റെപ്രസെൻറ്റ്സ്. കോഡ് റെപ്രസെന്റ് ചെയ്യുന്ന ഇൻഫോർമേഷനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് ഡീകോഡിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. Phenomenon of chunking as a memory mechanism is easily observed in the way individuals, groups, numbers and information
ഇൻഡിവിജ്വൽസിലെ നമ്പേഴ്സുകളും ഇൻഫോർമേഷനും ഗ്രൂപ്പ് ചെയ്യുന്ന രീതിയിൽ മെമ്മറി മെക്കാനിസവുമായി ചങ്കിങ് എന്ന ഫിനോമിന നമുക്ക് എളുപ്പത്തിൽ കാണാൻ കഴിയും. ഇൻ ദ ഡേ ടു ഡേ ലൈഫ്, ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഡെയിലി ലൈഫിലുള്ള എക്സാമ്പിൾ പറയുന്നത്, വെൻ റീകോളിംഗ് എ നമ്പർ സച്ച് ആസ് 12 10 19 46, നമ്മൾ റീകോൾ ചെയ്യാണ് ഈ 12 10 19 46 എന്ന നമ്പേഴ്സ്. ഇഫ് നമ്പേഴ്സ് ആർ ഗ്രൂപ്പ്ഡ് ആസ് 12 10 ആൻഡ് 90 46, നമുക്ക് നമ്മളെ മൈൻഡിൽ പെട്ടെന്ന് റിമെമ്പർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഈ നമ്പേഴ്സിനൊക്കെ ഓർത്ത് വെക്കുക, ഗ്രൂപ്പ് ചെയ്തിട്ട്. എ ന്യൂമോട്ടിക് ഈസ് ക്രിയേറ്റഡ് ഫോർ ദിസ് നമ്പേഴ്സ് ആസ് എ ഡേ, മന്ത് ആൻഡ് ഇയർ. അങ്ങനെയാണ് നമ്മളിതിനെ നമ്മളെ മൈൻഡിൽ റിമെമ്പർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡാണ്. ഇറ്റ് വുഡ് ബി സ്റ്റോർഡ് ആസ് ഡിസംബർ 10th 1946. അങ്ങനെയാണ് നമ്മൾ 12 10 1946 എന്ന് പറയുന്നത് ഡേ, മന്ത്, ഇയർ എന്ന ഓർഡറിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഡിസംബർ 10th 1946 എന്നതിൽ ചെയ്യും. Similarly, another illustration of the limited capacity of working memory as suggested by George Miller can be seen from the following example. ഈ ചങ്കിങ് എന്ന ഈ ഒരു പ്രോസസ്സ് മുന്നോട്ട് വെക്കുന്നത് ആരാ വെച്ചാൽ ജോർജ് മില്ലറാണ്. അദ്ദേഹം പറയുന്നൊരു എക്സാമ്പിളാണ്, വെൽ റീകോളിംഗ് എ മൊബൈൽ ഫോൺ നമ്പർ സച്ച് ആസ് 9849523450. ഈ ഫോൺ നമ്പറാണ് നമ്മൾ റീകോൾ ചെയ്യാം. വി മൈറ്റ് ബ്രേക്ക് ഇൻറ്റു 9849523450. നമ്മൾ ബ്രേക്ക് ചെയ്യുക, ചങ്ക്സ് ആയിട്ട് നമ്മൾ ഇതിനെ ബ്രേക്ക് ചെയ്തിടുക, സ്മോൾ പാർട്സ് ആയിട്ട് ബ്രേക്ക് ചെയ്യുക. ദിസ് ഇൻസ്റ്റെഡ് ഓഫ് റിമെമ്പറിംഗ് ദ 10 separate digits that is beyond the 7+ or -2 memory span. നമ്മൾ മെമ്മറി സ്പാനിലുള്ളതിന് അപ്പുറത്തേക്ക് നമ്മൾ ഇതിന് തിങ്ക് ചെയ്യേണ്ട, നമുക്ക് ഇതിനെ നമ്മൾ മൈൻഡിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ റിമെമ്പർ ചെയ്യാൻ മതി. വി ആർ റിമെമ്പറിങ് 4 groups ഓഫ് നമ്പേഴ്സ്. നമ്മളതിനെ ഗ്രൂപ്പ്സ് ആയിട്ട് നമ്മളെ മൈൻഡിൽ റിമെമ്പർ ചെയ്യിക്കുക, റീകോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ പറഞ്ഞു ചങ്കിങ്ങിൽ 2 ഇതുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റ് വൺ ആണ് മെയിൻ്റെനൻസ് റിഹേഴ്സൽ. Maintenance rehearsal is a type of rehearsal proposed by Craig and Lockhart in their levels of processing model of memory. മെമ്മറിയുടെ പ്രോസസ്സിംഗ് മോഡലിൻ്റെ ലെവൽസിൻ്റെ ബേസിൽ നമ്മൾ മെയിൻ്റെനൻസ് റിഹേഴ്സലിനെ ക്രൈക്ക് ആൻഡ് ലോക്ക്ഹാർട്ടാണ് ഈ ഒരു റിഹേഴ്സൽ പ്രപ്പോസ് ചെയ്തത്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് മെമ്മറി റിഹേഴ്സൽ ദറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ maintain information in short term memory or working memory. വർക്കിംഗ് മെമ്മറിയിലോ ഷോർട്ട് ടൈം മെമ്മറിയിലോ ഇൻഫോർമേഷനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പാണ് മെമ്മറി റിഹേഴ്സൽ. ദി ഇൻഫോർമേഷൻ ഈസ് നോട്ട് യൂഷ്വലി ട്രാൻസ്ഫർഡ് ടു ലോങ് ടൈം മെമ്മറി. ഇൻഫോർമേഷൻ ഒരിക്കലും ലോങ് ടൈം മെമ്മറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയില്ല. An example of maintenance rehearsal would be repeating a phone number mentally or aloud until the number is entered into the phone to make the call. മെയിൻ്റെനൻസ് റിഹേഴ്സലിൻ്റെ എക്സാമ്പിളാണ് നമ്മളിവിടെ പറയുന്നത്. ഒരു കോൾ ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഫോൺ നമ്പറിലേക്ക് ഒരു നമ്പർ ഒരു ഇൻപുട്ട് കൊടുക്കുന്നത് വരെ നമ്മൾ മാനസികമായി നമ്മളൊരു ഫോൺ നമ്പർ നമ്മളൊരു ഫോൺ നമ്പർ അല്ലെങ്കിൽ മെൻ്റലി അല്ലെങ്കിൽ നമ്മൾ ലൗഡ്ലി ആയിട്ട് നമ്മൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് മെയിൻ്റെനൻസ് റിഹേഴ്സലിൻ്റെ എക്സാമ്പിൾ. ദ നമ്പർ ഈസ് ഹെൽഡ് ഇൻ വർക്കിംഗ് മെമ്മറി ലോങ് ഇനഫ് ടു മേക്ക് ദ കോൾ ബട്ട് നെവർ ട്രാൻസ്ഫർഡ് ടു ലോങ് ടൈം മെമ്മറി. കോൾ ചെയ്യുന്നതിന് ആവശ്യമായ നമ്പർ നമ്മൾ വർക്കിംഗ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതൊരിക്കലും ലോങ് ടൈം മെമ്മറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യില്ല. ആൻഡ് ഹവർ ഓർ ഈവൻ 5 minutes ആഫ്റ്റർ ദ കോൾ. നമ്മൾ കോൾ ചെയ്തതിന് ശേഷം ഒരു ഹവറോ അല്ലെങ്കിൽ 5 minutes കഴിഞ്ഞു, ദ ഫോൺ നമ്പർ വിൽ നോ ലോങ്ങർ ബി റിമെമ്പേർഡ്. അപ്പോൾ നമ്മൾ ആ ഫോൺ നമ്പർ നമ്മളെ മൈൻഡിൽ നിന്ന് കുറച്ച് കഴിയുമ്പോൾ അത് ഉണ്ടാവില്ല, ഓർമ്മയിൽ ഉണ്ടാവില്ല. മെയിൻ്റെനൻസ് റിഹേഴ്സൽ ഇൻവോൾവ്സ് റിപ്പീറ്റഡ്ലി പ്രോസസ്സിംഗ് ആൻ ഐറ്റം അറ്റ് ദ സെയിം ലെവൽ. മെയിൻ്റെനൻസ് റിഹേഴ്സലിലെ ഒരു ഐറ്റത്തിന് ഒരേ സെയിം ലെവലിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന പ്രോസസ്സ് ഇൻവോൾവ്ഡ് ആണ്. വിച്ച് റിക്വയർസ് ലിറ്റിൽ അറ്റൻഷൻ. ഇത് നമ്മൾ കുറച്ച് കെയർ ചെയ്യണം.
It has the potential for immediate recall but has little effect in recall in long-term memory. നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് റീകോൾ ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ പോലും, എബിലിറ്റി ഉണ്ടെങ്കിൽ പോലും അത് ലോങ് ടേം മെമ്മറിയിൽ റീകോൾ ചെയ്യാൻ അത്ര എഫക്റ്റീവ് ആയിരിക്കില്ല. Depending on the information that needs to be processed determines which routes of recall an individual will use. നമ്മൾ പ്രോസസ്സ് ചെയ്യേണ്ട ഇൻഫർമേഷനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഓരോ ഇൻഡിവിജ്വൽസിനും ഏത് വഴിയാണ് നമ്മൾ റീകോൾ ചെയ്യേണ്ടതെന്നത് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. Maintenance rehearsal has the potential to assist in long-term memory in certain situations. ചില സിറ്റുവേഷനിൽ ലോങ് ടേം മെമ്മറിയിൽ എന്താണ് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ മെയിൻ്റനൻസ് റിഹേഴ്സലിനുള്ള എബിലിറ്റി ഉണ്ട്. റിസർച്ചേഴ്സ് ലുക്ക്ഡ് അറ്റ് ദ ഡിഫറൻസ് ഇൻ റീകോൾ ഫോർ എ സെറ്റ് ഓഫ് വേർഡ്സ് ബിറ്റ്വീൻ പാർട്ടിസിപ്പൻസ് തമ്മിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെ റീകോൾ ചെയ്യുന്നതിലുള്ള ഡിഫറൻസ് റിസർച്ചേഴ്സ് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി there is also a positive correlation between the meaningfulness of words and how much an individual will remember them. വേർഡ്സുകളുടെ മീനിങ്ഫുൾനെസ്സിനെ ഒരു ഇൻഡിവിജ്വൽ എത്രത്തോളം റിമെമ്പർ ചെയ്യും എന്നത് തമ്മിൽ ഒരു നല്ലൊരു റിലേഷൻ ഉണ്ട്. In many ways it is useful, such as when people look at a phone number and need to replicate it in a few seconds. ഓരോ പീപ്പിൾസും നമ്മൾ ഫോൺ നമ്പറിലേക്ക് നോക്കുകയും അതിൽ നമ്മൾ വിത്തിൻ എ ഫ്യൂ സെക്കൻഡ്സിൽ നമ്മളത് നമ്മളെ മൈൻഡിൽ പകർത്തുകയും ചെയ്താൽ പോലും ചെയ്യുക പോലുള്ള നിരവധി ഡിഫറെൻറ്റ് വേസിലൂടെ നമുക്കതിനെ യൂസ്ഫുൾ ആണ്. ബട്ട് ഫോർ ഇൻഫർമേഷൻ ദാറ്റ് നീഡ്സ് മോർ അറ്റൻഷൻ ആൻഡ് ബെറ്റർ പ്രോസസ്സിംഗ് മെയിൻ്റനൻസ് റിഹേഴ്സൽ ഈസ് ഓൺലി എ ടെമ്പററി ഫിക്സ്. എന്നാൽ കൂടുതൽ ശ്രദ്ധയും മോർ അറ്റൻഷൻ ആൻഡ് ബെറ്റർ പ്രോസസ്സിങ്ങിലൂടെ മെയിൻ്റനൻസ് റിഹേഴ്സലിൽ നമ്മൾ ഒരു ടെമ്പററി ആയിട്ട് മാത്രം ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഇറ്റ് ഈസ് എ ടെക്നിക് ഓഫ് റിപ്പീറ്റഡ്ലി തിങ്കിങ് അബൌട്ട് ഓർ വെർബലൈസിങ് എ പീസ് ഓഫ് ഇൻഫർമേഷൻ. നമ്മളൊരു ഇൻഫോർമേഷനെ റിപ്പീറ്റ് ചെയ്ത് തിങ്ക് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അതിന് വെർബലൈസ്ഡ് ആവുന്നതിനോ ആണ് ഈ ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്ത്. എന്നാൽ ഈ ഷോർട്ട് ടൈം മെമ്മറിയിൽ നമ്മളിപ്പോൾ 20 സെക്കൻഡ്സ് ആണ് നമ്മൾ ഒരു കാര്യം നമ്മൾ മൈൻഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 30 സെക്കൻഡ്സ് ഇത് ഇൻക്രീസ് ചെയ്യിക്കാനാണ് നമ്മൾ ഈ മെയിൻ്റെയിൻ റിഹേഴ്സലിലൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇനി സെക്കൻഡ് ടൈപ്പാണ് elaborative rehearsal. Elaborative rehearsal is a type of memory rehearsal that is useful in transferring information into long-term memory. Elaborative rehearsal പറഞ്ഞാൽ നമ്മളെ ഇൻഫോർമേഷൻ നമ്മൾ ലോങ് ടേം മെമ്മറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ്. ദിസ് ടൈപ്പ് ഓഫ് റിഹേഴ്സൽ ഈസ് എഫക്റ്റീവ് ബിക്കോസ് ഇറ്റ് ഇൻവോൾവ്സ് തിങ്കിങ് അബൌട്ട് ദ മീനിങ് ഓഫ് ദ ഇൻഫർമേഷൻ ആൻഡ് കണക്റ്റിംഗ് ഇറ്റ് ടു അതർ ഇൻഫർമേഷൻ ഓൾറെഡി സ്റ്റോർഡ് ഇൻ മെമ്മറി. നമ്മൾ ഇൻഫർമേഷനുകളുടെ മീനിങ്ഫുൾനെസ്സിനെ കുറിച്ച് തിങ്ക് ചെയ്യുകയും അതിനുള്ള മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിരിക്കുകയും ചെയ്യുന്ന മറ്റു ഇൻഫോർമേഷനുമായി കണക്ട് ചെയ്യിപ്പിക്കുന്നതും അതിൽ ഇൻവോൾവ് ചെയ്യുന്നതിനാൽ ഈ തരത്തിലുള്ള റിഹേഴ്സൽ നമുക്ക് യൂസ്ഫുൾ ആകും. അതാണ് നമ്മൾ എലാബറേറ്റീവ് റിഹേഴ്സൽ എന്ന് പറയുന്നത്. ഇറ്റ് ഗോസ് മച്ച് ഡീപ്പർ ദാൻ മെയിൻ്റനൻസ് റിഹേഴ്സൽ. ഇത് മെയിൻ്റനൻസ് റിഹേഴ്സലിനെക്കാട്ടിലും എഫക്റ്റീവ് ആണ്. എലാബറേറ്റീവ് റിഹേഴ്സൽ ഡീപ്പറാണ്. The information may be broken down into chunks and attempts are made to recognize them. നമ്മൾ ഇൻഫർമേഷൻസിനെ സ്മാൾ പാർട്സ് ആയിട്ട് ചങ്ക്സുകളായിട്ട് ബ്രേക്ക് ചെയ്യാണ്. ആൻഡ് അറ്റംപ്റ്റ് ആർ മെയ്ഡ് ടു റെക്കഗ്നൈസ് ദം. അത് നമ്മൾ പ്രോസസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ദ മൊബൈൽ നമ്പർ 9835331394 മേ ബി ബ്രോക്ക് ഡൗൺ ഇൻ സെവറൽ വേസ്. നമ്മൾ ഈ ഒരു ഫോൺ നമ്പർ 10 ഡിജിറ്റുള്ള ഫോൺ നമ്പർ നമ്മൾ ബ്രേക്ക് ചെയ്യണം. സച്ച് ആസ് 98353 then 31394. അങ്ങനെ അങ്ങനത്തെ ഡിഫറെൻറ്റ് വേസിൽ നമുക്ക് ഇതിനെ ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് ഓർത്ത് വെക്കാം. അല്ലെങ്കിൽ 983535
1 3 4 2 അങ്ങനെ 2 ഡിജിറ്റ്സ് ആയിട്ടും നമുക്ക് അതിനെ ഓർത്തു വെക്കാം. This may also be associated with certain other numbers such as on-sound car number, phone number, bank account number, etc. നമ്മളിങ്ങനെ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഇപ്പോൾ ഈ കാർ നമ്പർ, ഫോൺ നമ്പർ, ബാങ്ക് അക്കൗണ്ട് നമ്പറിനോടൊക്കെ നമ്മൾ കണക്ട് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി നമ്മൾ റിമെമ്പർ ചെയ്തെടുക്കാൻ പറ്റും. Inputs which are elaborately processed relatively last longer in LTM. നമ്മൾ വിശദമായി പ്രോസസ്സ് ചെയ്ത് ഈ ഇൻപുട്ടുകൾ നമ്മൾ LTMൽ കൂടുതൽ കാലം നമുക്ക് നിലനിർത്താം. ഇങ്ങനെ നമ്മൾ പ്രോസസ്സൊക്കെ നമ്മളിങ്ങനെ ഇലാബറേറ്റ്ലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് LTM ലോങ് ടൈം മെമ്മറിയിൽ നമുക്ക് ഈ ഇൻപുട്സിനെ നമുക്ക് നിലനിർത്താം. An effective way of encouraging elaborative rehearsal is by engaging with the material in more than one way. നമ്മൾ ഒന്നിലധികം മെറ്റീരിയൽസുകളുമായി ഇടപഴകുന്നതാണ് വിപുലമായ ഒരു റിസർച്ചിൽ എൻകറേജ് ചെയ്യുന്നതിന് ഒരു പ്രധാനപ്പെട്ട ഒരു ഫലപ്രദമായ ഒരു മെത്തേഡ്. ഫോർ ഇൻസ്റ്റൻസ്, ഒരു നിമിഷം, discussion or study groups provide an opportunity to make discrete piece of information more personal by attaching stories to them and creating meaningful connection to things already learned. നമ്മൾ സ്റ്റഡീസിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്രൂപ്പുമായുള്ള പ്രധാന ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള നമ്മൾ ചർച്ച ചെയ്യുന്നതോ അല്ലെങ്കിൽ അവർക്ക് സ്റ്റോറീസുമായിട്ടുള്ള അറ്റാച്ച് ചെയ്തുകൊണ്ട് അതിന് നമ്മൾ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ ഇതിന് വിവരങ്ങൾ നമ്മൾ ഇൻഫർമേഷൻ കൂടുതൽ പോസിബിലിറ്റീസിലോട് കൂടി നമുക്കതിനെ ഓപ്പർച്യൂണിറ്റീസ് നൽകും. ഇറ്റ് ഹാസ് സ്ട്രോങ് സപ്പോർട്ട് ഇൻ ലേണിംഗ്, എസ്പെഷ്യലി ഇൻ ഇറ്റ്സ് അറ്റൻഷൻ ടു മീനിങ്ഫുൾ കണക്ഷൻ അക്രോസ് ഡിഫറെൻറ്റ് കോൺസെപ്റ്റ് ആൻഡ് പീസ് ഓഫ് ഇൻഫർമേഷൻ. ഡിഫറെൻറ്റ് ആശയങ്ങളിലേക്ക് നമ്മൾ ഇൻഫർമേഷനുകളിലേക്കും നമ്മൾ മീനിങ്സിനെ നമ്മൾ പാർട്സ് ആക്കിയിട്ട് നമ്മൾ ശ്രദ്ധയിൽ പ്രത്യേകിച്ചും പഠനത്തിലേക്കുള്ളൊരു നമ്മൾ ലേണിങ്ങിലേക്കുള്ളൊരു സ്ട്രോങ് സപ്പോർട്ടായിരിക്കും അത്. മോർ സ്പെസിഫിക്കലി, elaborative rehearsal is extremely beneficial when remembering large piece of information such as sentence or other large chunks. നമ്മൾ സെൻറ്റൻസോ അല്ലെങ്കിൽ അതുപോലെ വേറെ എന്തെങ്കിലും വലിയ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ഇലാബറേറ്റീവായിട്ട് അതിനെ റിഹേഴ്സൽ വളരെ പ്രയോജനകരമായിരിക്കും. അതാണ് നമ്മൾ ഇവിടെ ഇലാബറേറ്റീവ് റിഹേഴ്സലിൽ നമ്മൾ പറയുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.